പശ്ചിമ ബംഗാളിന്റെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി അല്പസമയത്തിനകം ചുമതലയേൽക്കും. കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചരിത്ര നിമിഷം ആഘോഷമാക്കാനാണ് ബി.ജെ.പി. തയ്യാറെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിഗേഡ് ഗ്രൗണ്ടിലെത്തി. റോഡ് ഷോയാണ് അദ്ദേഹം ബ്രിഗേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. নিতিন নবীনজি সকলে মিলে এদেরকে স্বাগত জানান। নিতিন নবীনজি আমাদের মধ্যে আছেন, গৃহমন্ত্রী আছেন শ্রী অমিত শাহ, আমাদের মধ্যে আছেন রাজনাথ সিংজি রক্ষামন্ত্রী। ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് അല്പസമയത്തിനകം സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അവിടെ അണിചേർന്നിട്ടുണ്ട്. ചരിത്ര നിമിഷമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത്. കാരണം പശ്ചിമ ബംഗാളിലേക്ക് കടന്നു കയറാൻ ഇത്രയും കാലമായിട്ടും ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് പടിപടിയായി വളരെ പെട്ടെന്ന് പക്ഷേ ബി.ജെ.പിക്ക് എത്താൻ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ടാണ് ബി.ജെ.പി. അവിടെ അധികാരമേൽക്കുന്നത്. ബി.ജെ.പിയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരടക്കം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം അമിത്ഷായുണ്ട്, ബി.ജെ.പി. അധ്യക്ഷൻ ഉണ്ട്, നിതിൻ നബീൻ ഉണ്ട്, ഒപ്പം പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ നേതൃത്വവും സമ്പൂർണ്ണമായി അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ ചടങ്ങാണ് ഇന്നിപ്പോൾ സുവേന്ദു അധികാരിയുടെ സ്ഥാനമേൽക്കൽ. ശരത്ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, എന്താണ് വിശദാംശങ്ങൾ? ആരെല്ലാമാണ് അവിടെ പങ്കെടുക്കുന്നത്? ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. എൻ.ഡി.എ സഖ്യകക്ഷിയായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട എൻ.ഡി.എ നേതാക്കൾ പങ്കെടുക്കുന്നു. അങ്ങനെ ഏറ്റവും വിപുലമായ എൻ.ഡി.എ ചടങ്ങായി തന്നെയാണ് അതിനെ ഇപ്പോൾ മാറ്റി തീർത്തിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ബി.ജെ.പിയെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന ഒരു കാര്യമാണ് ബംഗാളിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി. ആ രീതിയിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങും സംഘടിപ്പിച്ചിരുന്നത്. പ്രധാനമന്ത്രി, അതുപോലെ അമിത്ഷാ, ബി.ജെ.പി. അഖിലേന്ത്യാ അധ്യക്ഷൻ, മാത്രമല്ല പ്രധാനപ്പെട്ട ബി.ജെ.പി. ജനറൽ സെക്രട്ടറിമാർ, ആർ.എസ്.എസിൻ്റെ ചുമതലയുള്ള ആർ.എസ്.എസ് നോർത്ത് ഇന്ത്യൻ ചുമതലയുള്ള അധികാരികൾ തുടങ്ങി എല്ലാവർക്കും മുഖ്യമന്ത്രിമാർ, എൻ.ഡി.എയുടെ ഘടകകക്ഷികൾ, ഇവരെയൊക്കെ വിളിച്ചു നിർത്തി ബീഹാറിന് ശേഷം ഇത് ഒരു വലിയൊരു സത്യപ്രതിജ്ഞ എന്ന രീതിയിലാണ് ബംഗാൾ വിജയത്തെ ബി.ജെ.പി. ആഘോഷിക്കുന്നത്. മൊത്തം ശരത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചടങ്ങിലേക്ക് കടക്കുകയാണ്. റോഡ് ഷോ ആയി പ്രധാനമന്ത്രി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുമ്പോൾ നമുക്കതിലേക്ക് തിരിച്ചു വരാം.